2024 ലോക്സഭ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനു മുൻപ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തവണ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ പ്രധാന വിഷയം ഇന്ത്യയെ രക്ഷിക്കുക എന്നുതന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക. നാം വോട്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാവണം, നമ്മുടെ ഭാവി തലമുറയ്ക്കു വേണ്ടിയാവണം. നമ്മൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഇവിടെ സമാധാനപരമായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. കഴിഞ്ഞ 10 വർഷവും ഇന്ത്യയിൽ തള്ളലുകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അതുപോലെയുള്ള എന്ത് വികസനമാണ് നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ സാധാരണയായുള്ള കുറച്ച് ഹൈവേകളും റോഡുകളും മാത്രമാണ് എന്ന് കാണാം. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പൊതുകടം നമ്മുടെ 60 വർഷത്തെ പൊതുകടത്തിന്റെ 4 ഇരട്ടിയായി വർദ്ധിച്ചു 200 ലക്ഷം കോടിയിലധികമായി. ഈ പണം എല്ലാം എവിടെ പോയി? പെട്രോളിയത്തിനെ ഏർപ്പെടുത്തിയ അധിക എക്സൈസ് തീരുവയും സെസ്സുകളും ലക്ഷക്കണക്കിന് കോടിയാണ് അധിക വരുമാനമായി ഉണ്ടാക്കിക്കൊടുത്തത്. ആ പണം എല്ലാം എവിടെ പോയി? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും നമ്മൾക്ക് പെട്രോളിനും ഡീസലിനും LPGക്കും അധിക വില നൽകേണ്ടി വന്നു. സകല മേഖലയിലും വിലക്കയറ്റമുണ്ടായി. നോട്ട് നിരോധനം വൻ പരാജയമായി. വ്യവസായങ്ങൾ തകർന്നു. കോടിക്കണക്കിനാളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. കർഷകർ ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെട്ടു. വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, കള്ളപ്പണക്കാർ ബാങ്കുകളെ പറ്റിച്ചു രാജ്യം വിട്ടു. കള്ളപ്പണം വിദേശത്ത് കുമിഞ്ഞുകൂടി. ഇലക്ട്രൽ ബോണ്ട് എന്ന ആധുനിക അഴിമതി വഴി കോടികൾ ഉണ്ടാക്കി. തുടങ്ങി എണ്ണിയാൽ തീരാത്ത അഴിമതികളും വെട്ടിപ്പും കൊള്ളയും ജനദ്രോഹവുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതേപോലെ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും കണക്കിലെടുത്ത് വേണം വോട്ട് ചെയ്യാൻ. പിണറായി സർക്കാർ ഭരിച്ചു മുടിച്ചു നമ്മുടെ സാമ്പത്തികം തകർത്തു. സാധാരണ ഓരോ 5 വർഷം കൂടുമ്പോഴും LDF സർക്കാർ മാറി UDF സർക്കാർ വരികയും LDFന്റെ ദുർഭരണം നിമിത്തം തകർന്ന സാമ്പത്തികവും കുത്തഴിഞ്ഞ ഭരണ സംവിധാനവും അടുത്തുവരുന്ന UDF സർക്കാർ കഠിന പ്രയത്നത്തിലൂടെ മാറ്റിയെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുകയും കുത്തഴിഞ്ഞ ഭരണസംവിധാനത്തെ ശരിയാക്കി എടുക്കുകയും ദീർഘകാല വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ LDFന് തുടർഭരണം ലഭിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ സാമ്പത്തിക രംഗം ഞാൻ തകർച്ചയിലേക്ക് പോവുകയും ശമ്പളവും പെൻഷനും പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്തു. സർക്കാരിന്റെ സകല നികുതികളും ഫീസുകളും 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഏർപ്പെടുത്തുകയും എന്നാൽ സെക്സ് പിരിക്കുകയും ക്ഷേമ പെൻഷൻ മുടക്കുകയും ചെയ്തു. പിണറായി സർക്കാർ സകല മേഖലയിലും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കടക്കണിയിലും മുങ്ങിത്താഴുന്നു. ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുന്നു. ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു. വന്യജീവികൾ നാട്ടിൽ വന്ന് ജനങ്ങളെ ആക്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ധൂർത്തടിച്ച് പിണറായി സർക്കാർ അഴിമതിയുമായി മുന്നോട്ടു പോകുന്നു. ഇവർക്കാണോ നാം വോട്ട് നൽകേണ്ടത്? BJPക്കും CPMനും നാം നൽകുന്ന ഓരോ വോട്ടും അവരുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ ഭരണത്തിനുള്ള അംഗീകാരമായി അവർ കരുതി ശക്തമായ രീതിയിൽ ഈ ജനദ്രോഹ നയങ്ങൾ തുടരും. ഈ രണ്ടു കൂട്ടർക്കും ജനദ്രോഹ ഭരണം നിർത്തി നല്ല വഴിയിലേക്ക് വരാനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി BJPക്കും CPMനും LDFനും വോട്ട് നൽകാതെ ഇത്തവണ രാഷ്ട്രീയം നോക്കാതെ UDFന് വോട്ടുകൾ നൽകണം. അങ്ങനെ ചെയ്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായും തുടർഭരണം കൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായും മാറുകയും കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും.